ഈ അടുത്തിടെ സലീംകുമാർ സംവിധാന മേഖലകളിലേക്ക് തിരിഞ്ഞു. ഇപ്പം സിനിമയല്ല, സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ആയിട്ട് ശരിയാണ്. സംവിധാനം ഇൻഷാ രാമ ചെയ്തേക്കും. എന്താ ഇൻഷാ രാമ എന്ന് വെച്ചാൽ ഇൻഷാ അള്ളാന്ന് പറയുമ്പോൾ മുഴുവനും അങ്ങനെ മുസ്ലിങ്ങൾ കൊണ്ടുപോകണ്ട, കുറച്ച് ഹിന്ദുക്കൾക്ക് കൊടുത്തേക്കാന്ന് ഇൻഷാ രാമ എന്ന് പറഞ്ഞത്. ശരിയാ, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറയാം. അത് ഇൻഷാ രാമ. ഈ സംവിധായകന്റെ മേലങ്കി അണിഞ്ഞപ്പോ എന്ത് തോന്നി അഭിനേതാവിന്? ഞാൻ മേലങ്കി കൊണ്ടുപോയിട്ടുണ്ടായില്ല, അതിന്റെ വലിയ അണിഞ്ഞില്ല, അതാണ് പറ്റിപ്പോയത്. പക്ഷേ ശരിക്കും അതെന്താണ് ഈ സംവിധായകന് എവിടെയും മേലങ്കി ഇരിക്കുന്നത്? സാധാരണ എല്ലാവരും പറയുന്നത് ഞാൻ ഒരു സംവിധാനം മേലങ്കി കണ്ടില്ല. അവരത് അണ്ടർവെയറായിട്ട് ഭരിക്കാൻ എനിക്കറിയില്ല. കാരണം എല്ലാ സംവിധായകരും അങ്ങിപ്പോ സംവിധായകന്റെ മേലങ്കി അണിഞ്ഞല്ലോ, അപ്പൊ ഈ കേൾക്കുന്ന സംവിധായകൻ പറയും അതെ എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ മേലങ്കി ഒട്ടും നമ്മളാരും കാണുന്നില്ല. മേലങ്കി അങ്കീന്ന് വെച്ച വസ്ത്രമാണല്ലോ അതെ. അപ്പൊ അത് മോളിൽ കാണണമല്ല വസ്ത്രം, സംഭവം ഇല്ല. അപ്പൊ ഈ സിനിമ ഇപ്പൊ ടെലിഫിലിം ചെയ്തപ്പോ അത് സീരിയസ് ആയിട്ട് ചെയ്തു. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോ അത് കാശ് തിരിച്ചു കിട്ടുന്ന ഒരു സംഭവം ഒരിക്കലേ? ഒരിക്കലും അല്ല. നല്ല സിനിമ, ഈ നല്ല സിനിമ ചീത്ത സിനിമ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ തരംതിരിക്കുന്നത്? എന്താണ് ആളുകൾ ഏത് സിനിമ ആളുകൾ കാണുന്നില്ല, ആ സിനിമ നല്ല സിനിമ. ആദാമിന്റെ മകൻ അബു പോലുള്ള ചിത്രങ്ങളിലെ പുതിയ സംവിധായകൻ, പുതിയ രചയിതാവ്, ഇത്തരത്തിലുള്ള ഒരു കഥ കുറെ കോമഡികൾ മാത്രം സക്സസ് ആക്കിയിരിക്കുന്ന സലീംകുമാറിനെ വെച്ചിട്ട് ഇങ്ങനൊരു ചിത്രം ചെയ്യാമെന്ന് കാണിച്ച അബ്ദുൽ ചങ്കൂറ്റത്ത് ആ ചിത്രത്തിൽ അഭിനയിച്ചാൽ നന്നാകും എന്ന് കരുതിയിട്ടാണ് 10 പൈസ വാങ്ങിക്കാതെ, അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും പ്രതിഫലം പറഞ്ഞിരുന്നു? പ്രതിഫലം ഒന്നും പറയാണ്ടെന്ന് ഞാൻ പോയിട്ടില്ല. ആ സമയത്ത് മേടിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം വാങ്ങിച്ചില്ല. എന്നിട്ട് അപ്പൊ ഒരു പ്രതിഫലം ഞാൻ പിന്നീട് വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിച്ചില്ല. ഒരു പ്രതിഫലം അയാൾ പറഞ്ഞു ഇതെനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ മതിയെന്നും പറഞ്ഞു. ഈ കഥ കേട്ടപ്പോ എനിക്ക് തോന്നി ഇത് എവിടേക്കോ പോയി നിൽക്കാൻ സാധ്യതയുള്ള ഫിലിമാണെന്ന്. എനിക്ക് ഒറ്റപ്പാലത്ത് വെച്ചാണ് ഞാൻ ഊഹിച്ചു. അവാർഡ് കിട്ടുന്നു ഊഹിച്ചിരുന്നു. അവാർഡല്ലോ, നല്ലൊരു ഫിലിമായിരിക്കും, ഇത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള, ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യം അന്നേ ഊഹിച്ചിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പോയിട്ട് എന്താണ് പഴയ ചൊല്ലി ഉണ്ടല്ലോ, ചുമ്മാ പോയിട്ട് പാപൻ പെയിന്റ് അടിക്കില്ലല്ലോ. അപ്പൊ എന്തൊക്കെയോ ഇതുണ്ടാവാം. അവാർഡ് അല്ല, ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഫിലിമായിരിക്കാം. ഇപ്പോ ഇന്ത്യൻ സിനിമയുടെ 100 വർഷ ചരിത്രത്തിൽ ഒരു സിനിമയായിട്ട് മാറി തെരഞ്ഞെടുത്തിരിക്കണം ഏറ്റവും ലേറ്റസ്റ്റ്. ശരി, ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രം, ആ ചിത്രത്തിന്റെ കഥ കേട്ടപ്പോൾ ഈ പടം വളരെയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അഭിനയിച്ച സലീംകുമാർ എന്തുകൊണ്ടാണ് കിന്നാരത്തുമ്പി എന്ന് പറയുന്ന ഒരു ഷക്കീല ചിത്രത്തിൽ പോയി ആ ചിത്രം അങ്ങനെ ആകുമെന്ന് അറിഞ്ഞിട്ടാണ് പുറത്തേക്ക് അഭിനയിച്ചത്? അല്ല, ആ ചിത്രം അങ്ങനെ ആവുന്നതിന്റെ കഥാകൃത്തോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്ത് അത്തരത്തിലുള്ള ഒരു സക്സസ് കൂടെ ഓടുന്നു അവര് പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇത് ഒരു പറയുന്നൊരു സെക്സ്, ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സെക്സ് കാണിക്കാതെ കാണിച്ചു എന്ന് കാണിച്ചില്ലേ, അങ്ങനെ ഒരു ജീവിതവുമായിട്ട് ഇടപഴകിക്കെടുക്കുന്ന ഒരു സെക്സിന് വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ സെക്സിന്റെ ഒരു വൾഗാരിറ്റി കാണിക്കാൻ വേണ്ടി ഒരു ഫിലിമായിട്ടല്ല ചെയ്തത്. അതെ, ഇപ്പൊ നിർവേദം പോലെയോ അത്തരത്തിലുള്ള ഒരു ഇതായിരുന്നു അവര് വെച്ചത്. അത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, എനിക്കറിയാവുന്നതാണ്. അങ്ങനെ ഇയാള് പ്രൊഡ്യൂസർ സലീം തന്നെ അയാളുടെ പേര്, പല്ലവേസ് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അയാള് ജയ പ്രസാദ്, അങ്ങേരും സ്റ്റിൽ ക്യാമറമാൻ, അങ്ങേര് നല്ല ക്യാമറമാൻ അങ്ങേര്. അപ്പൊ ഈ പ്രൊഡ്യൂസർക്ക് ഇത് ആരും എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. അവസാനം എന്നെ കൊണ്ടപ്പെടുത്തിന്ന് പറഞ്ഞ ആളാണ് റോഷൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കൊണ്ടപ്പെടുത്തി. മദ്രാസിലെ പുള്ളി ഡയറക്ടറാണ്. പുള്ളി പറഞ്ഞു സലീമ ഒരു നല്ലൊരു പടം, അവാർഡ് പടം, അതാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. എന്നെ അവാർഡ് പടം എന്താ കിന്നാരത്തുമ്പി വിളിച്ചിരിക്കുന്നത്, അവാർഡ് പടം എന്ന് പറഞ്ഞിട്ട് അവാർഡ് കൊടുത്തു. ചെന്നപ്പോ ഒരു മോശമായിട്ടുള്ള ഒരു സംഭവമോ അതിൽ ഇല്ലെന്താനും. ഈ പടം എടുക്കാൻ ആരും വന്നപ്പോ റോഷൻ ചേട്ടൻ തന്നെ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിനോട് വന്നിട്ട് അതിൽ സ്വല്പം ഈ പറഞ്ഞ മസാലയല്ല, അവാർഡ് ഷക്കീലിന്റെ അവാർഡുകൾ കയറ്റി ഇവര് കൊടുത്തു. ഈ പടം അങ്ങോട്ട് കയറി കൊളുത്തെന്ന് വെച്ചാൽ അന്യായ കൊളുത്ത്. ഇതെനിക്ക് മറ്റു ഭാഷകളിൽ പോലും എനിക്ക് മാർക്കറ്റ് ഉണ്ടാക്കി തന്നു. കിന്നാരത്തുമ്പി അതല്ലേ
ഞാൻ തെങ്കാശിപ്പട്ടണം സിനിമക്കല്ലാണ്. അതിൽ സുരേഷ് ഗോപി, ലാല്, ദിലീപ് ഇത്രയും ഹീറോസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ പഴനിയിലാണ് ഷൂട്ടിങ്ങിന് താഴെ ചായക്കട വെളുപ്പിന് രാവിലെ നിൽക്കണം. രാവിലെ എനിക്ക് ഞാൻ ഈ കടയിൽ വന്നിട്ട് ചായ കുടിക്കണം. ഒരു ദിവസം കുറച്ച് പേര് ഇങ്ങനെ നോക്കും, സംസാരം. ആ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഒരു 6 മണിക്കാണ് പറഞ്ഞത്, ലോക്കൽസ് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കുറച്ച് ചായ കുടിക്കാൻ നടക്കുന്നത് മാറി നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ പോകുന്നു, വരുന്നു. 3-ാം ദിവസം കുറെ ആളുകൾ എനിക്ക് 2-ാം ദിവസം എനിക്ക് കുറച്ച് ഡൗട്ട് അടിച്ചു തുടങ്ങി. തെറ്റിദ്ധാരണ ഉണ്ടെന്തോ കളനാളെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് ഇടിച്ച അവസ്ഥയൊക്കെ കുറച്ച് പേരിങ്ങനെ അടുത്തോട്ട് വന്നു. സാർ ഇങ്ങനെ നടികറ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചിട്ട് ഒരു പടം ഇനി ചിലപ്പോ ഇവര് ഗുരുവായൂരൊക്കെ വല്ല ഇത് വന്നപ്പോ കണ്ടു കാണും. അതെ എന്ന് പറഞ്ഞു. പടം ഇവിടെ കളിക്കുന്നുണ്ട്. എന്തോ കിനാരത്തുമ്പി എന്നുള്ള എന്തോ തമിഴ് സാരൊക്കെ തുമ്പിയ അരങ്ങേറ്റ വേല എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞു. ഞാനും കണ്ട എന്റെ പോസ്റ്റർ. പക്ഷെ നമുക്കത് എന്റെ പോസ്റ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ 4 വട്ടം കണ്ട ആൾക്കാർ, 3 വട്ടം കണ്ട ആൾക്കാർ ഫാൻസാണ് എന്റെ. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിൽ ലാലേട്ടൻ സുരേഷ് ചേട്ടനൊക്കെ ഷൂട്ടിങ്ങിൽ പോകുമ്പോ ഒരു വൻ പുരുഷാരും നടുക്ക് ഞാൻ നിൽക്കുന്നു. ജനക്കൂട്ടം, അല്ലാണ്ട് നിസ്സാര ആൾക്കാരില്ല. അപ്പൊ ഇവര് വെച്ച് ഞാൻ വരെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ അപ്പൊ ഡ്രൈവറെ ചോദിച്ചപ്പോ ഇല്ല ഫാൻസാണ്. ഇവർക്കൊരു പിടുത്തം വിടുന്നില്ല. ഇവരുടെ കൂടെ ഒരു കുഞ്ഞില്ല, സുരേഷ് ഗോപിയുടെ കൂടെ ഒരു കുഞ്ഞില്ല, ലാലേട്ടന്റെ കൂടെ ഒരു കുഞ്ഞില്ല. വെറുതെ കയറി പോവാ എന്റെ കുറെ ആളുകൾ. അങ്ങനെ എനിക്ക് ആ പടം അന്യനാട്ടിലും ഒരുപാട് ഫാൻസിനിടയ്ക്ക് തന്നു. അത് 2 ദിവസം കഴിഞ്ഞ് വെച്ചേനെ വരി. കാരണം പെട്ടെന്ന് പോയില്ല അവിടുന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും പോയാലും വരുന്ന ഞാൻ പടം അവിടെ നിന്ന് മാറണം. കാരണം പഴനി അടുത്ത് തിയേറ്ററില്ല ഈ കിന്നാരത്തും വീട് കളിക്കുന്നത്. അപ്പോ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി ചെയ്തു. അല്ലാണ്ട് ഞാൻ അറിയാതെ എന്നെ ചതിച്ചു. ചില സ്ത്രീകളൊക്കെ പറയണ്ടേ 14ാമത്തെ പുരുഷൻ എന്നെ പീഡിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് ഞാൻ പീഡിപ്പിക്കപ്പെടുകയായിരുന്നില്ലേ. അത്രയൊന്നും അത് എനിക്ക് ഫസ്റ്റ് തന്നെ അറിയാം. പീഡിപ്പിക്കായിരുന്നു എനിക്ക് അല്ല. മറ്റൊന്ന് ഞാനോട് എനിക്കറിയായിരുന്നത്, ഞാൻ അവരോട് പറഞ്ഞു, ദയവേത് എന്റെ പോസ്റ്റർ നിങ്ങൾ വെക്കരുത്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി. എന്റെ പോസ്റ്റർ നിങ്ങൾ വെക്കരുന്നു. പക്ഷെ അവർ വെച്ചില്ല. കാരണം ഞാൻ വളർന്നു വരുന്നൊരു നടനാണ്. മുമ്പ് നില്ലായിരുന്നു. അവർ വെച്ചില്ല. ഇന്നേരത്തെ മുമ്പിൽ എന്റെ ഒരു പോസ്റ്റർ പോലും അവരെ മാന്യത അവർ വെച്ചില്ല. ഞാനുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം അവരുടെ കുടുംബങ്ങൾ ഒക്കെ പോകും. വലിയ പോലെ പോയി കഴിഞ്ഞാൽ അതിനൊന്നും നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വെക്കരുത് എന്ന് പറഞ്ഞാൽ അവർ വെച്ചിട്ട്. സന്തോഷ് പണ്ഡിറ്റ് എല്ലാവരും ഏറ്റവും കൂടുതൽ അയാളുടെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞത്. അപ്പൊ അതിലേറ്റവും എന്താ പറയാ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്ന് എടുത്തു പറഞ്ഞത് സലീം ഏട്ടൻ. അതില് പുള്ളിയുടെ എന്ത് പോസിറ്റീവ് കണ്ടിട്ടാണ്? പൊതുവെ പ്രേക്ഷകർ വരെ പുള്ളിനെ തള്ളിയാണ് പറഞ്ഞത്. സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നും ഞാൻ പറഞ്ഞില്ല. അയാളാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ആ സമയത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം സന്തോഷ് പണ്ഡിറ്റിലൂടെ പഠിക്കാൻ മലയാള സിനിമയ്ക്ക് ഒരുപാടുണ്ടായിരുന്നു. ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഒരു ഇന്റർനെറ്റ് എന്നൊരു പരസ്യ പലകയാണെന്ന് മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത അയാളാണ്. ഇവിടെ ഭയങ്കര കൊടികുത്തി രാജാക്കന്മാരൊക്കെ ഉണ്ട്. ആരുമല്ല, അയാളെ കാണിച്ചു കൊടുക്കുന്ന ഇന്റർനെറ്റിന് ഇത്ര സാധ്യതകളുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന സകല യോഗ്യന്മാരും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ്. അപ്പൊ അത് വലിയൊരു മാർക്കറ്റാണ്. ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിലൂടെ കൊണ്ടുവരാം. അല്ലാതെ അയാൾ അഭിനയ പ്രതിഭയെന്നൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. നമ്മൾ ഇത്ര രൂപ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ക്യൂ നിന്ന് ചിത്രം തിയേറ്ററിൽ കയറി കണ്ടു. അവിടെ നിന്ന് കൂക്കു വിളിക്കുക. ആരാ വിഡ്ഢിയായത്? നമ്മളോ സന്തോഷ് പണ്ഡിറ്റോ? ആരാ വിഡ്ഢിയായത്? അവൻ കാശ് വാങ്ങിച്ച് പോക്കറ്റിൽ വീട്ടിലിരിക്കുമ്പോ അവൻ ഉറങ്ങിയേക്കുള്ളൂ. 12:30 മണിക്ക് തൊണ്ട അവനവന്റെ തൊണ്ടയും കളയുന്നു. അപ്പൊ ആരാണ് വിഡ്ഢിയെന്ന് സ്വയം ചിന്തിക്കുക. അയാൾ പറഞ്ഞു ഫസ്റ്റ് ഷോ കല്ലിൽ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഷോ ഫസ്റ്റ് ഷോ വന്നിട്ടുണ്ടെങ്കിൽ പോലട്ടോ കൊള്ളില്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയുക, മലയാളികൾ സംഭവമുണ്ട്. 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരുത്തൻ തുണിയില്ലാതെ നഗ്ന നൃത്തം കളിക്കുന്നത്. അന്ന് പെട്ടെന്ന് പറഞ്ഞ നഗ്ന നൃത്തം കളിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഭാര്യനെയും മക്കളെ എടി നീ അറിഞ്ഞ മക്കളെ വിളിച്ചു അവിടുത്തെ ഒരു തുണിയില്ലാണ്ട് ഒരുത്തൻ ഡാൻസ് കളിക്കുന്നുണ്ട്. പോ എവിടെ 5 കിലോമീറ്റർ പോകണം. എന്താ കാറ് വിളിക്കുന്നത്? കാറ് വിളിച്ച് എന്ന് അവിടെ ചെന്ന് കണ്ട് ഇവരുടെ ഡാൻസ് തീർന്നു കഴിയുമ്പോ
എന്ത് വിരോധാഭാസമായി കാണിക്കുന്നു. സ്ത്രീകളും കുട്ടികൾക്ക് ഇതിൽ നടക്കണ്ടേ? ഇതാണ് നമ്മൾ മലയാളികൾ. ഇത് നമ്മൾ ഒരു വീട്ടിലിരുന്നോ മതി, അവന്റെ നഗ്നനൃത്തം ഒന്നും കാണേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മളവിടെ കാശ് കൊടുത്ത് പോയി എന്നിട്ട് കണ്ടാണ് മലയാളിയുടെ ഷോക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കൂലുണ്ടാവുള്ളൂ. വേറെ ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു ഷോക്കും ആരും കൂല. അവര് കാശ് കൊടുത്ത കാരണം അവര് ഷാരൂഖ് ഖാന്റെ ഒരു ഷോ ഞാൻ കണ്ടു. അങ്ങേര് ഈ വനിത ബന്ധുക്കളില്ല, അതാണ് പറയുന്നത്. വനിത ബന്ധുക്കൾ വായിച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ കോമഡി പറയുമ്പോ ഇവര് ആർത്തിച്ചിരിക്കുകയാണ്. കാരണം പോയ കാശ് കൂവേ കിട്ടൂല. അപ്പൊ പിന്നെ ഇവിടെ ആസ്വദിക്കുക. അപ്പൊ നമ്മൾ ആസ്വദിക്കാനല്ല, ഇതിനെ എങ്ങനെ കീറി മുറിച്ചിട്ട് ഇത്. കാരണം സ്വന്തം കയ്യിൽ കാശ് കൊടുത്ത് എന്തിനാ ബുദ്ധിമുട്ടിന് പോകണം നമ്മൾ? അതിനെക്കുറിച്ച് അറിയാം, എങ്ങനെയുണ്ട് ആ ഷോ, എങ്ങനെയുണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ പടം എങ്ങനെയുണ്ട്, അത് മോശമാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ പോകണ്ടല്ലേ? തൊട്ടപ്പുറത്ത് മോഹൻലാലിന്റെയോ മമ്മൂട്ടിയോ സലീംകുമാറിന്റെയോ ആരുടെയൊക്കെ പടം കളിക്കണം, അതിന് പോയാൽ പോരെ നമുക്ക്? ഇതിന് പോയാൽ നമുക്ക് കൂവാടി. അപ്പൊ ഇതിന് പോയാൽ കൂവാം. മറ്റേ ചിത്രങ്ങൾക്ക് പോയാൽ മമ്മൂട്ടി മോഹൻലാലിന്റെ ചിത്രങ്ങൾക്ക് പോകാൻ പറ്റില്ല. സന്തോഷ് അവരുടെ ഫാൻസ് ഉണ്ടോ നല്ല രീതിക്ക് പിടിച്ച്. സന്തോഷ് പണ്ഡിറ്റ് പിന്നെ ആരോരുമില്ല. ആരോരുമില്ലാത്തവണ് താടിക്കൂട്ടാൻ നല്ല സുഖമുള്ള അല്ലേ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംസാരം ഉണ്ട്. എന്താണ് ഈ ന്യൂ ജനറേഷൻ സിനിമ? 5 വർഷം മുമ്പ് തമിഴിലും ഹിന്ദിയിലും എടുത്തിരുന്ന സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ എടുക്കുന്നു. അതാണ് ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ 5 വർഷം മുമ്പ് ഞാൻ തമിഴ്നാട്ടിലെ സിനിമാ പുറത്തോട്ട് ഞാൻ പറഞ്ഞാണ്. ഈ 5 വർഷം മുമ്പ് നിങ്ങൾ കൊണ്ടുവന്ന ന്യൂ ജനറേഷൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടില് ഭരതൻ, പത്മരാജൻ, KG ജോർജ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് ഈ സംഭവങ്ങളും നിങ്ങൾ കോപ്പി അടിച്ചു. അസാധ്യമായിട്ട് അവർ പറഞ്ഞു. ഏകദേശം ശരിയാണ്. ഭരതൻ, പത്മരാജന്റെ ഒക്കെ പടങ്ങളും അതുപോലെ തന്നെ KG ജോർജിന്റെ ഒക്കെ പടങ്ങളൊക്കെ ഞങ്ങളെ ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ട്. അവര് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല അവര്. അപ്പൊ അത് അവര് ഇൻസ്പിറേഷൻ ചെയ്ത് അത് വീണ്ടും നമ്മൾ എടുത്തിട്ട് ഈ ഭരതനെയും പത്മരാജനെയും KG ജോർജ് അങ്ങനത്തെ ആളുകളെക്കാണ് മാറ്റി ആ പേരൊക്കെ മാറ്റി കളഞ്ഞിട്ട് ന്യൂ ജനറേഷൻ സിനിമ എന്ന് വെച്ചാൽ ഈ ചന്തിക്ക് ഇവിടെ വെച്ചിട്ട് ബെൽറ്റിനൊരു സംഭവമില്ല, പാന്റ് അങ്ങനത്തെ ആളുകളുടെ സിനിമയ്ക്ക് അത് മാറ്റിയത്. എന്താണ് അങ്ങനെ ഒരു ശരിക്ക് നമുക്കത് യോജിക്കാത്തതിന്റെ പേരിൽ പറയുന്നതല്ലേ? അതല്ല ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സാധാരണ ആളുകള് ഈ പൊക്കിളും വെച്ചിട്ട് ബെൽറ്റ് ഇടും. അതായിരുന്നു തൊട്ട് മുമ്പുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഇപ്പൊ ഈ ഇതില്ലേ ബാക്കിന്ന് ചന്തി എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. സലിംഗ് പറഞ്ഞത് സംസ്കാര ശൂന്യൻ എന്ത് ഇവിടെ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. അപ്പൊ അതിന്റെ അറ്റത്ത് വെച്ചിട്ട് ഈ ബെൽറ്റ് ഇട്ടിട്ട് ഇൻ ചെയ്യും. അപ്പൊ ഈ ജെട്ടിയുടെ ആ ബോർഡർ ഇങ്ങനെ കാണാം. ഏതാണ് ജോക്കിയാണോ ഇന്നതാണെന്ന് കാണാം. അപ്പൊ ഇവിടം തുടങ്ങി ഇവിടം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത്.